ഹലോ എവ്രി വൺ, ആഷ് എന്ന വ്ളോഗ്സിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീച്ച് ഇഷ്ടപ്പെടാത്തതായിട്ട് ആരുമില്ല അല്ലേ? ഞങ്ങൾക്കും ബീച്ച് ഒത്തിരി ഇഷ്ടമാണ്. ആൻഡ് വി ആർ വെരി ലക്കി, വി സ്റ്റേ വെരി ക്ലോസ് ടു ദ ബീച്ച്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് വെറും 2 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന സീൻസാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലെഫ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ സ്ട്രീറ്റ് ബസ്കിംഗ് ഒക്കെ എപ്പോഴും സമ്മർ ടൈമിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഞങ്ങൾ ഉള്ളത് അബ്രസ്റ്റുത്ത് ടൗണിലാണ്. ടൗണിൽ നിന്നും ബീച്ചിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അബ്രസ്റ്റുത്ത് ഒരു ബീച്ച് ടൗൺ ആയതുകൊണ്ട് ഇവിടെ സമ്മർ സീസൺ എന്ന് പറയുന്നത് എപ്പോഴും ക്രൗഡഡ് ആയിരിക്കും. അക്കോമഡേഷൻസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ള ട്രാവലേഴ്സ് എപ്പോഴും നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിരുന്നാൽ നിങ്ങൾക്ക് ഇവിടെ അക്കോമഡേഷൻ പ്രയറായിട്ടുണ്ടാവും. സീ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഹലോ ഫ്രണ്ട്സ്, ആന ഹിയർ. അപ്പം ഇവിടുത്തെ ബീച്ചിൻ്റെ വേറെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോപ്സ് അവൈലബിൾ ആണ്. ആ ഷോപ്സിൽ തന്നെ ഇവിടുത്തെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് ആണ്. പക്ഷേ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴേക്കും ഞങ്ങൾ ആദ്യം പോകുന്നത് ഇവിടെ ലൈവ് ഡോണറ്റ്സ് കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ ചെന്നിട്ട് ലൈവ് ഡോണറ്റ്സ് എൻജോയ് ചെയ്യും. പിന്നെ അതിനുശേഷം ഓഫ് കോഴ്സ് നമ്മൾ ഐസ്ക്രീംസ് ഇൻ ബീച്ച്. അപ്പം ഞങ്ങൾ ഈവനിങ് ഇവിടെ എത്തി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം സീ എൻജോയ് ചെയ്യാൻ ഞങ്ങൾ ഇവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരുപാട് സീഗിൾസിനെയൊക്കെ ഇവിടെ കണ്ടു. പിന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ പ്രായമായിട്ടുള്ളവരെല്ലാം ഒരേപോലെ എൻജോയ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ സമ്മർ ഈവനിങ് എന്ന് പറയുമ്പം. പിന്നെ നമ്മൾക്ക് എല്ലാവരും ഇപ്പം അവരൊരുപാട് ഇതുപോലെ ഷോപ്സിൽ നിന്ന് ഫുഡൊക്കെ എൻജോയ് ചെയ്യും. പിന്നെ ഫാമിലി, ഫ്രണ്ട്സ്, കസിൻസ് അവരെല്ലാവരെയൊക്കെ ആയിട്ട് അവർ ഒരുമിച്ച് ബീച്ചിൽ സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. ചെറിയ ചെറിയ ഷീറ്റ്സൊക്കെ എല്ലാം കൊണ്ടുവന്ന് അവർ സാൻഡിലിരിക്കും. അവരൊരുപാട് ഗെയിംസ് സാൻഡിൽ കളിക്കും. ചെറിയ കുട്ടികളാണെങ്കിൽ സാൻഡൊക്കെ വെറ്റാക്കിയിട്ട് അവർ ബിൽഡിങ്സൊക്കെ അവരുടെ കുഞ്ഞു കാര്യങ്ങളിൽ അത് ഉണ്ടാക്കി കളിക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ്. ഒന്നും ബോധേഡ് അല്ല. അവിടെ കുട്ടികളെ ലെറ്റ് ദം പ്ലേ എന്നുള്ള രീതിയിൽ റെസ്ട്രിക്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യും ഈവനിങ് ടൈം. ഫിഷിങ്ങും സർഫിങ്ങുമാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ മെയിൻ ഹോബീസ്. സമ്മർ ടൈമിൽ മാത്രം കാണുന്ന കുറച്ച് കാഴ്ചകളാണ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഐസ്ക്രീംസ് എൻജോയ് ചെയ്യാൻ പോയി. ഞങ്ങൾ 3 പേരും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ചൂസ് ചെയ്തത്. ഞാനും ഹാഷിൻ്റെ ഹസ്ബൻഡും റം ആൻഡ് റേസൻ എന്ന ഫ്ലേവറും ആണ് ചൂസ് ചെയ്തത്. പിന്നെ അശ്വതി ചേച്ചി ആണെങ്കിൽ വാനില വിത്ത് ഹണി ഫ്ലേവറാണ് ചൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾക്ക് ഇവിടെ ഐസ്ക്രീം എടുത്തു തന്ന ആൾ നല്ല ഫണ്ണിയായിരുന്നു. ഒരുപാട് പുള്ളിക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സൊക്കെ ട്രൈ ചെയ്യണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു. പിന്നെ ഇഷ്ടംമാതിരി ഫ്ലേവേഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓരോ പ്രാവശ്യം വരുമ്പോൾ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സാണ് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിലും ഒരുപാട് ഈ ഒരു ഷോപ്പ് കുറച്ച് പോപ്പുലറായിട്ടുള്ള ഷോപ്പാണ്. ഇവിടെയാണ് കൂടുതലും ആൾക്കാർ വന്ന് ഐസ്ക്രീം ഒക്കെ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമിന് വേണ്ടി വെയിറ്റ് ചെയ്തു. 3 തട്ട് ഐസ്ക്രീം ഇപ്പോൾ ആൾ സെർവ് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടി. അത് കുറച്ച് താഴേക്ക് പോകുമോ ഇല്ലയോ എന്നൊരു ചെറിയ പേടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഐസ്ക്രീമിൻ്റെ ആ ഒരു ഇരിപ്പ് വശം കണ്ടിട്ട്. അങ്ങനെ ഇപ്പോൾ ഫൈനലി അശ്വതി ചേച്ചിക്കുള്ള ഐസ്ക്രീം ഹണി വിത്ത് വാനില ഫ്ലേവർ ആളെടുത്ത് വെച്ചു. പിന്നെ നല്ലൊരു ആളായിരുന്നു. നമ്മൾ ഒരുപാട് തമാശയൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഐസ്ക്രീമിനൊരു ചിയേഴ്സൊക്കെ പറഞ്ഞ് ബീച്ചിൽ വെച്ച് തന്നെ അത് കഴിച്ച് ഞങ്ങൾ അവിടെ സാൻഡിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. കുറച്ച് വീഡിയോസൊക്കെ ഞങ്ങൾ വീണ്ടും അവിടെ എടുത്തു. ഒരുപാട് പേര് അവർ ടൈം സ്പെൻഡ് ചെയ്യാൻ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ലൊരു ഈവനിങ് ഞങ്ങൾ കുറച്ച് സ്പെൻഡ് ചെയ്ത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ ഞങ്ങൾ ഇടുന്നതാണ്. ഇത് ജസ്റ്റ് ഒരു ഫസ്റ്റ് പാർട്ട് വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.